റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യവുമായി വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കാൻ ബ്രിട്ടൻ തയ്യാറെടുക്കുന്നു. 2029 നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ ഇത് നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വ്യാഴാഴ്ച അറിയിച്ചു. തീരുമാനം പ്രാബല്യത്തിലാകാൻ പാർലമെന്റിന്റെ അംഗീകാരം വേണം. 2024 ജൂലൈയിൽ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വോട്ടിംഗ് പ്രായം കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ വിദേശ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ നടപടി കരുത്തു പകരുമെന്ന് ഡെമോക്രസി മന്ത്രി റോഷ്നാര അലി പറഞ്ഞു. യുവ തലമുറയെ കൂടുതൽ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കാനും കഴിയും. ഉടമസ്ഥാവകാശം വ്യക്തമല്ലാത്ത ഷെൽ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണങ്ങൾക്ക് പണമൊഴുക്കുന്നത് തടയുക ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ സമൂലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണിത്. യോഗ്യതയുള്ള പൗരരെ വോട്ടെടുപ്പ് പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാകാൻ അനുവദിക്കുന്ന ഓട്ടോമാറ്റിക് വോട്ടർ രജിസ്ട്രേഷൻ, ബാങ്ക് കാർഡുകൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം തുടങ്ങിയ മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു. സ്കോട്ട്ലൻഡും വെയിൽസും നേരത്തെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ 16ഉം 17ഉം വയസ്സുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നു. എക്വഡോർ, ഓസ്ട്രേലിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലും വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 16 ആണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നാഷണൽ ഇൻഷുറൻസ് വിഹിതം വർധന വരുത്തിയത് UK-യിൽ തൊഴിൽ ഇല്ലായ്മ നിരക്ക് കുതിച്ചുയരുന്നതിന് ഇടയാക്കി. ഇതു സംബന്ധിച്ച കണക്കുകൾ പുറത്തുവന്നു. ഇതോടൊപ്പം ശമ്പള വർധനവ് നിരക്ക് കുറഞ്ഞതായുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് മുതൽ മെയ് വരെയുള്ള 3 മാസങ്ങളിലെ വാർഷിക ശമ്പള വളർച്ചാ നിരക്ക് 5% കുറഞ്ഞത്. രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. വേതന വളർച്ച മുരടിപ്പിനൊപ്പം തൊഴിലില്ലായ്മ നിരക്കും കൂടി. 4.7% ആണ് തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നത്. 4 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണിത്. UK-യിൽ പണപ്പെരുപ്പ നിരക്ക് കുതിച്ചുയർന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. 2024 ജനുവരിക്ക് ശേഷം ഏറ്റവും വലിയ കുതിച്ചുകയറ്റമാണ് പണപ്പെരുപ്പത്തിൽ ഉണ്ടായത്. ജൂൺ മാസത്തിൽ വിലകൾ കുതിച്ച് ഉയർന്നതാണ് പണപ്പെരുപ്പം 3.6% കുതിച്ചുയരാൻ കാരണമായത്. പണപ്പെരുപ്പം ഉയർന്നതും വേതന വളർച്ച മുരടിച്ചതും തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതും അടുത്ത ആഴ്ച നടക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അവലോകന യോഗത്തെ സ്വാധീനിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നാണ് തൊഴിൽ വിപണി പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷയ്ക്ക് സമാനമായ സൂചനകളാണ് ഈ ആഴ്ച ആദ്യം മറ്റൊരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബ്ലെയ്ലി നൽകിയിരുന്നത്. അതേസമയം തൊഴിലുടമകൾക്ക് ഏർപ്പെടുത്തിയ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനാണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിന് കാരണമെന്ന അഭിപ്രായം ശക്തമാണ്. ചാൻസലർ റേച്ചൽ റീവ്സ് നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർധന പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള 8-7 മാസങ്ങളിലും തൊഴിലില്ലായ്മ കൂടിയതാണ് കണക്കുകൾ കാണിക്കുന്നത്. ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ വലിയ തിരിച്ചടി നേരിടുകയും ജീവനക്കാരെ ഒഴിവാക്കാൻ നിർബന്ധമാകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. മലയാളികൾ അടക്കമുള്ള ചെറുകിട സംരംഭകർക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഏറെ ഗുണകരമാകുന്ന വിധം 5% ഡെപ്പോസിറ്റ് ലഭിച്ചിരുന്ന മോർഗേജ് ഗ്യാരണ്ടി സ്കീം തുടരും. മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ സ്കീം കാലാവധി അവസാനിച്ചതോടെയാണ് പുതിയ സ്ഥിരം പദ്ധതി നിലവിൽ വരുമെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഈ മാസം നിലവിൽ വരുന്ന പുതിയ സ്കീം പ്രകാരം ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഭവനവിലയുടെ 95% കടമെടുക്കാൻ സാധിക്കും. 2021 നടപ്പാക്കിയ മോർഗേജ് ഗ്യാരണ്ടി സ്കീം കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തെ ചാൻസലറുടെ സ്പെൻഡിംഗ് റിവ്യൂവിൽ പദ്ധതി വീണ്ടും ആരംഭിക്കാനുള്ള നീക്കങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഗവൺമെന്റ് രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് 5% ഡെപ്പോസിറ്റിൽ UK-യിലുടനീളം വീട് വാങ്ങാനുള്ള സാധ്യത വീണ്ടും തെളിഞ്ഞത്. വീട് വാങ്ങുന്നവർക്ക് മോർഗേജ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വീട് തിരിച്ചുപിടിക്കുന്ന പക്ഷം ലെൻഡർക്ക് വരുന്ന നഷ്ടത്തിൽ ഒരു ഭാഗം ഗവൺമെന്റ് വഹിക്കുന്നതാണ് സ്കീം. സാധാരണയായി ലെൻഡർമാർ ഏറ്റവും കുറവ് 10% മുതൽ 20% വരെ ഡെപ്പോസിറ്റ് ആവശ്യപ്പെടും. സ്കീം ആരംഭിച്ച ശേഷം 53,000 മോർഗേജുകൾ അതുപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. 29% ശമ്പള വർധന ആവശ്യപ്പെട്ട് 5 ദിവസം പണിമുടക്കിന് ആഹ്വാനം ചെയ്ത റെസിഡന്റ് ഡോക്ടർമാരെ മെരുക്കാൻ ഓഫറുമായി ഹെൽത്ത് സെക്രട്ടറി. അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന സമരങ്ങളിൽ നിന്നും പിൻവാങ്ങാനുള്ള ചർച്ചകളുടെ ഭാഗമായാണ് സ്റ്റുഡന്റ് ലോണുകളിൽ ഒരു ഭാഗം എഴുതിത്തള്ളാൻ തയ്യാറാണെന്ന് വെസ്റ്റ് റീറ്റിംഗ് അറിയിച്ചിരിക്കുന്നത്. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും തമ്മിൽ നടത്തിയ ചർച്ചകൾ മികച്ചതായിരുന്നുവെന്ന് ഇരുപക്ഷവും അറിയിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം ചർച്ച നീണ്ടതോടെ ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു. വീക്കെൻഡിലും ചർച്ചകൾ തുടരുമെന്നാണ് അറിയിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ 5 ദിവസത്തേക്ക് പണിമുടക്കാനാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ പദ്ധതി. കഴിഞ്ഞ 3 വർഷക്കാലവും വൻതോതിൽ ശമ്പള വർധന ലഭിച്ച ശേഷവും ഇക്കുറി 29% വർധന വേണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കി. ചർച്ചകളിൽ ഈ കാര്യം ഉൾപ്പെടുത്താനും സ്ട്രീറ്റിംഗ് തയ്യാറായിട്ടില്ല. ഇതിന് പകരമാണ് 1 ലക്ഷം പൗണ്ട് വരെ സ്റ്റുഡന്റ് ലോൺ
തിരിച്ചടയ്ക്കുന്ന യുവ ഡോക്ടർമാർക്ക് ഈ ഭാരം കുറച്ചു കൊടുക്കാനുള്ള പുതിയ സിസ്റ്റം സംബന്ധിച്ച് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ വഴിത്തിരിവാകുന്ന നേട്ടവുമായി UK 3 പേരുടെ DNA സംയോജിപ്പിക്കുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് UKയിൽ 8 കുഞ്ഞുങ്ങൾ ജനിച്ചു. മൈറ്റോകോൺട്രിയൽ രോഗം എന്ന അപൂർവവും മാരകവുമായ അവസ്ഥ കുടുംബങ്ങളിൽ കൈമാറി വരുന്നത് ഒഴിവാക്കാൻ ഈ പുതിയ രീതി വഴി സാധിക്കും. ഈ ചികിത്സാ രീതിയിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇതാദ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്നുള്ള അണ്ടവും ബീജവും ആരോഗ്യമുള്ള ഒരു സ്ത്രീ ദാതാവിൽ നിന്നുള്ള രണ്ടാമത്തെ അണ്ടവും ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ നടത്തുന്നത്. ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ചെറിയ ഭാഗങ്ങളിലെ തകരാറുള്ള മൈറ്റോകോൺട്രിയ മാറ്റിസ്ഥാപിക്കുക എന്നാണ് പ്രക്രിയയുടെ ലക്ഷ്യം. മൈറ്റോകോൺട്രിയ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടാവുകയോ ജനിച്ച ഉടൻ തന്നെ മരിക്കാനോ സാധ്യതയുണ്ട്. UKയിൽ 10 വർഷമായി ഈ സാങ്കേതികവിദ്യ നിയമപരമാണെങ്കിലും ഈ പ്രക്രിയ വഴി ജനിക്കുന്ന ആദ്യ കുട്ടികളാണ് ഈ 8 കുട്ടികൾ. ഇനി നാട്ടിലെ വാർത്തകൾ. 3 പേർക്ക് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. മണ്ണാർക്കാട് താലൂക്കിൽ മാസ്ക് നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യമൊരുക്കും. വർക്ക് ഫ്രം ഹോം പറ്റാത്ത ജോലിയിലുള്ളവർക്ക് പ്രത്യേക അവധി നൽകും. നിപ്പ ബാധിച്ച നാട്ടുകൽ സ്വദേശിയായ യുവതിയും ചങ്ങലേരി സ്വദേശിയായ 32കാരനായ യുവാവും ചികിത്സയിലാണ്. ജില്ലയിൽ 17 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. 32 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 111 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുമായ നിരീക്ഷണത്തിലാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനം പൂർണ്ണമായി ഓൺലൈൻ വഴിയാക്കി മാറ്റി. കൊല്ലത്തെ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപകനടക്കം നടപടിയുണ്ടാകും. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. ഇതിനു പുറമെ സ്കൂൾ അധികൃതരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും. മിഥുന്റെ മരണത്തിൽ സ്കൂളിനും KCBക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ. 8 വർഷത്തിലധികമായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധനയില്ലാതെയാണ് എന്ന് കണ്ടെത്തി. അതേസമയം സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും സ്കൂളിൽ പരിശോധന നടത്തും. ശിശുക്ഷേമ സമിതി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ ദിവസം രാവിലെയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് ദാരുണാന്ത്യം സംഭവിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കവേ വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. അതേസമയം വിദേശത്തുള്ള അമ്മ സുജ തിരിച്ചെത്തിയതിനു ശേഷമാകും സംസ്കാരം നടക്കുക. കുവൈത്തിൽ ജോലി ചെയ്യുന്ന സുജ തൊഴിലുടമകൾക്കൊപ്പം നിലവിൽ തുർക്കിയിലാണ് ഉള്ളത്. നാളെ രാവിലെയോടെ നാട്ടിലെത്തുമെന്നാണ് സൂചന. ഇനി സ്പോർട്സ് വാർത്തകൾ. സൂറിച്ചിൽ നടന്ന യൂറോ 2025 വനിതാ ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ ഫൈനലിൽ സ്വീഡനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. നിശ്ചിത സമയത്തും അധിക സമയത്തും 2-2 സമനിലയിലായതിനെ തുടർന്നാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് തിരിച്ചുവരവ് നടത്തിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊസോവെയർ അസ്ലാനിയുടെയും സ്റ്റിന ബാക്സ്റ്റിനിയുടെയും ഗോളുകളുടെ സ്വീഡൻ 2-0 മുന്നിലെത്തി. മത്സരം തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ അസ്ലാനി തന്റെ 50ാമത് അന്താരാഷ്ട്ര ഗോൾ കരസ്ഥമാക്കി. ആദ്യ പകുതിയുടെ മധ്യത്തിൽ ബ്ലാക്സ്റ്റീനിയസ് ലീഡ് ഇരട്ടിയാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഫുട്ബോളിന് വലിയ ഉണർവ് നൽകിക്കൊണ്ട് SEGG മീഡിയയുടെ sports.com ഏഷ്യൻ വിപണിയിലേക്ക് പ്രവേശിച്ചു. ഇതിന്റെ ഭാഗമായി മേഖലയിലെ ആദ്യ ഔദ്യോഗിക ഫുട്ബോൾ ലീഗ് പങ്കാളിത്തത്തിൽ അവർ ഒപ്പുവെച്ചു. 98 കോടി രൂപയുടെ വാണിജ്യ കരാറിലൂടെ അടുത്ത 5 വർഷത്തേക്ക് സൂപ്പർ ലീഗ് കേരളയുടെ എക്സ്ക്ലൂസീവ് ആഗോള വാണിജ്യ പ്രക്ഷേപണ പങ്കാളിയായി sports.com മാറും. ഈ കരാർ SEGG മീഡിയയ്ക്കും സൂപ്പർ ലീഗ് കേരളയ്ക്കും ഒരുപോലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. കാരണം sports.com എന്ന ആപ്പിൽ ആദ്യമായി തത്സമയ ഫുട്ബോൾ സ്ട്രീം ചെയ്യുന്നത് ഈ പങ്കാളിത്തത്തിലൂടെയാകും. വിവിധ ഭാഷകളിൽ സ്ട്രീമിംഗ് വാഗ്ദാനം ചെയ്യുന്ന ഈ കരാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതിനപ്പുറവുമുള്ള വലിയൊരു പ്രേക്ഷകരെ ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നു. ലീഗിന്റെ ആദ്യ സീസണിൽ ഏകദേശം 13 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരെ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. പുതിയ സഹകരണം പ്രാദേശിക ഫുട്ബോളിനെ ലോക ഫുട്ബോൾ മാപ്പിൽ എത്തിക്കുന്ന ഒരു പുതിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നും സൂചനകൾ. 115.63 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.